ഡോക്ടറെ, യെസ്, ഇത്തവണത്തെ നോമ്പ് വരാറായി അല്ലേ? അപ്പോൾ ഹെൽത്തി ആയിട്ട് നോമ്പ് എടുക്കാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരും. അതെ, റമളാൻ മാസത്തിലെ നോമ്പ് എടുക്കാറായി. റമളാനിലെ നോമ്പ് എന്ന് പറയുന്നത് വെറും ഒരു ഫാസ്റ്റിംഗ് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഒരു കംപ്ലീറ്റ് റീസെറ്റ് കൂടിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയല്ലെങ്കിൽ ഈ ഗുണമൊന്നും കിട്ടില്ല എന്ന് മാത്രമല്ല, അത് ശരീരത്തിന് ദോഷം ചെയ്യുകയും ചെയ്യും. നോമ്പ് സമയത്ത് ഒരു 12-13 മണിക്കൂർ നമ്മുടെ ശരീരത്തിൽ പഞ്ചസാരയ്ക്ക് വരും ശരീരത്തിലെ ഫാറ്റാണ് ബേൺ ചെയ്യുന്നത്. ഇൻസുലിൻ ലെവൽ കുറയാനും ദഹന വ്യവസ്ഥയ്ക്ക് നല്ലൊരു റെസ്റ്റ് കിട്ടാനും ഇത് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഓട്ടോഫാജി എന്നാണ് അതിന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലെ കേടായ സെൽസിനെയും അതുപോലെ പ്രീ ക്യാൻസറസ് ആയ സെൽസിനെയും ഒരു ക്ലീനിങ് പ്രോസസ്സിലൂടെ നശിപ്പിച്ചു കളയും. പക്ഷേ ഈ സമയത്ത് നമ്മളിൽ പലരും ചെയ്യുന്ന വലിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, നോമ്പ് തുറക്കുന്ന സമയത്ത് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള വിഭവങ്ങൾ, കട്ട്ലേറ്റ്, സമൂസ എന്നിവയും അതുപോലെ തന്നെ പഞ്ചസാര അമിതമായിട്ടിട്ടുള്ള പാനീയങ്ങളും കഴിക്കുന്നത് നോമ്പിന്റെ എല്ലാ ഗുണങ്ങളും ഇല്ലാതാക്കും. അപ്പോൾ നമ്മൾ അതിനു പകരം ഈന്തപ്പഴം വെള്ളം ഉപയോഗിച്ച് നോമ്പ് തുറക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ലോ കാർബ് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ബാലൻസ് ഡയറ്റ് എടുക്കുകയാണെങ്കിൽ അതാണ് ഉത്തമം. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തവണത്തെ നോമ്പ് വേനൽക്കാലത്ത് ആയതുകൊണ്ട് തന്നെ അത്താഴത്തിനും നോമ്പ് തുറക്കുമ്പോഴും നന്നായി ഹൈഡ്രേറ്റ് ആയിരിക്കാൻ ശ്രമിക്കണം.